ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ചാപ്റ്റർ 3യിലെ ഇക്വേഷൻസ് പഠിക്കണം. എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇക്വേഷൻസ് മനഃപ്പാഠമാക്കിയിരിക്കണം. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഇക്വേഷൻസ് ആണ്. നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. 8 മാർക്കിന് 6 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. Gross working capital equal to total current asset. Net working capital equal to total current asset minus total current liability. മാറിപ്പോകരുത്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി. ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും കാണാനുള്ള ഇക്വേഷൻസ് എഴുതി വെക്കണം. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി. അതിനുശേഷം ക്വസ്റ്റ്യനിലെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും ഏതാണ് എന്ന് തിരിച്ച് ടേബിൾ ഫോമിൽ വേണമെങ്കിൽ എഴുതാം. അതിനായിട്ട് കറണ്ട് അസറ്റ് ഏതൊക്കെയാണ്, കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് കാണാതെ പഠിക്കണം. നമുക്ക് പഠിക്കാം. കറണ്ട് അസറ്റ്: ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ബിൽസ് റിസീവബിൾ. ഒരിക്കൽ കൂടി. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ബിൽസ് റിസീവബിൾ. ഇനി കറണ്ട് ലയബിലിറ്റീസ് പഠിക്കാം. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, ടാക്സ് പേയബിൾ, ഡിവിഡൻഡ് പേയബിൾ, ഷോർട്ട് ടൈം ലോൺ. ഒന്നുകൂടി. കറണ്ട് ലയബിലിറ്റീസ് ആണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, ടാക്സ്, ഡിവിഡൻഡ് പേയബിൾ, ഷോർട്ട് ടൈം ലോൺ. ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു തരാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ കറണ്ട് അസറ്റ് ഏതൊക്കെയാണ്, കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണ് എന്ന് ഇക്വേഷൻ ഫോമിൽ എഴുതിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. കറണ്ട് അസറ്റ് ഈക്വൽ ടു നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കറണ്ട് അസറ്റ് ആണോ ഉള്ളത് അത് പ്ലസ് ഇട്ട് എഴുതുക. ക്യാഷ് ഇൻ ഹാൻഡ് പ്ലസ് ക്യാഷ് അറ്റ് ബാങ്ക് പ്ലസ് സ്റ്റോക്ക് പ്ലസ് ഡെപ്റ്റേഴ്സ് പ്ലസ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ രീതിയിൽ പ്ലസ് ഇട്ട് എഴുതിയിട്ട് വേണം കണക്ക് ചെയ്യാനായിട്ട്. എമൗണ്ട് മാത്രം എഴുതി വെക്കരുത്. അങ്ങനെ പറയാൻ കാരണം കുട്ടികളിങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട്. കറണ്ട് അസറ്റ് ഈക്വൽ ടു എന്നിട്ട് കൂട്ടി കിട്ടുന്ന എമൗണ്ട് മാത്രം എഴുതുന്നു. അങ്ങനെ എഴുതുമ്പോൾ ഏതെങ്കിലും കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിൽ മാറിപ്പോയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആൻസർ തെറ്റിടാൻ മാത്രമേ പറ്റുകയുള്ളൂ. എന്നാൽ കറണ്ട് അസറ്റ് ഈക്വൽ ടു ക്യാഷ് ഇൻ ഹാൻഡ് പ്ലസ് ക്യാഷ് അറ്റ് ബാങ്ക് പ്ലസ് സ്റ്റോക്ക് പ്ലസ് ഡെപ്റ്റേഴ്സ് പ്ലസ് ഇങ്ങനെയാണ് എഴുതുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഐറ്റം മാറിപ്പോയാലും ആ ഐറ്റം മാത്രം തെറ്റിട്ടിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് ശരിയാണ്, ക്യാഷ് അറ്റ് ബാങ്ക് ശരിയാണ്, സ്റ്റോക്ക് ശരിയാണ്, ഇതേ രീതിയിൽ മാർക്കിടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എഴുതുമ്പോൾ കറണ്ട് അസറ്റ് ഇതേ രീതിയിൽ ടേബിൾ ഫോമിൽ വേണമെങ്കിൽ എഴുതാം. കറണ്ട് അസറ്റ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യുക, അതിൻ്റെ എമൗണ്ട് എഴുതുക, കൂട്ടുക. ഇങ്ങനെ കൃത്യമായിട്ട് തന്നെ കണക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കറണ്ട് ലയബിലിറ്റീസ് എഴുതുക. ഏതൊക്കെയാണോ കറണ്ട് ലയബിലിറ്റീസ് ആ ഐറ്റം എഴുതുക, എമൗണ്ട് എഴുതുക, കൂട്ടി എഴുതുക. ഇതേ രീതിയിൽ വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. ഇതുപോലെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ് എന്ന് എഴുതുക. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി എന്ന് എഴുതുക. ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെയും കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും മാറിപ്പോകാതെയും ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇനി റേഷ്യോ അനാലിസിസ് നോക്കാം. നമുക്ക് പഠിക്കാനുള്ള റേഷ്യോസ് ആണ് കറണ്ട് റേഷ്യോ. കറണ്ട് റേഷ്യോയെ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്നും പറയാറുണ്ട്. കറണ്ട് റേഷ്യോ ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും കറണ്ട് റേഷ്യോയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ട്. അങ്ങനെയും മാറിപ്പോകരുത്. കറണ്ട് റേഷ്യോ ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. അത് മാറിപ്പോവാനായിട്ട് പാടില്ല. കറണ്ട് റേഷ്യോ ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കറണ്ട് ലയബിലിറ്റി. ഐഡിയൽ കറണ്ട് റേഷ്യോ ഓർത്തിരിക്കണം, 2:1 ആണ്. അടുത്തതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി.
ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈക്വൽ ടു ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഇതുപോലെ 2 മാർക്കിന് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, അതുകൊണ്ട് പഠിക്കാതിരിക്കരുത്. ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്നുള്ള ആ ഒരു പേരിൽ തന്നെയുണ്ട് അതിൻ്റെ ഇക്വേഷൻ. ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ആണ് ഇക്വേഷൻ. അടുത്തതാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയും നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയും ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് കിട്ടാൻ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 എന്ന് വരും. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 എന്നാണ് വരുന്നത്. ഒരിക്കൽ കൂടി പഠിക്കുക. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അടുത്തതാണ് ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ. ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസ്. EBIT ഫുൾ ഫോമും ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ഓർത്തിരിക്കുക. ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസ് ആണ് ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ. ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എക്സ്പാൻഷനും പഠിക്കണം. ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോയും ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒന്നിച്ച് ചോദിക്കാറുണ്ട്. രണ്ടും ഇക്വേഷൻ ഓർത്തിരിക്കണം. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈക്വൽ ടു ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ആണ്. ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ ഈക്വൽ ടു ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസ് ആണ്. അടുത്തതാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ROI ഫുൾ ഫോം ചോദിക്കാറുണ്ട്. എന്താണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്? ROI ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ബട്ട് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതായത് നമ്മൾ EBIT എന്ന് പറയുന്നതിൻ്റെ കൂടെ ആഫ്റ്റർ ഡിപ്രീസിയേഷനും കൂടി ചേർക്കുക. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ബട്ട് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ഒരിക്കൽ കൂടി നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ബട്ട് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ക്വസ്റ്റ്യനിൽ ഡെപ്റ്റും ഇക്വിറ്റിയും തന്നിട്ടുണ്ട് എങ്കിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാണുന്നതിനായിട്ട് ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ചെയ്താൽ മതി. എന്നാൽ ബാലൻസ് ഷീറ്റ് തന്നിട്ട് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഡെപ്റ്റും ഇക്വിറ്റിയും നാം കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ഡെപ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്സൈഡേഴ്സ് ഫണ്ടാണ്. അതിൽ ഉൾക്കൊള്ളുന്നത് ലോങ് ടൈം ലോണും ഡിബഞ്ചേഴ്സുമാണ്. അതുകൊണ്ട് തന്നെ ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഈക്വൽ ടു ലോങ് ടൈം ലോൺ പ്ലസ് ഡിബഞ്ചേഴ്സ്. ഇനി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഈക്വൽ ടു ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് മൈനസ് ഫിക്റ്റീഷ്യസ് അസറ്റ്. ഇത് ഓണേഴ്സ് ഫണ്ടാണ്, അതിനാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷനും ഓർത്തിരിക്കുക. ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ. അത് തന്നെയാണ് ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇനി ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യനിൽ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് തന്നിട്ടില്ല എങ്കിൽ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. തന്നിട്ടുള്ളത് ചിലപ്പോൾ ഏണിംഗ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആയിരിക്കും. അതായത് ഇൻട്രസ്റ്റും ടാക്സും കൊടുത്തതിന് ശേഷമുള്ള ഏണിങ്സ് ആണ് തന്നിരിക്കുന്നത് എങ്കിൽ കൊടുക്കുന്നതിന് മുമ്പ് എത്രമാത്രം വരുമാനം ഉണ്ടായിരുന്നു എന്ന് അറിയുന്നതിനായിട്ട് ഇൻട്രസ്റ്റ് തിരിച്ചു കൂട്ടണം. അതുപോലെ തന്നെ ടാക്സും തിരിച്ചു കൂട്ടണം. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് നമുക്ക് വേണ്ടത്. ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് വേണ്ടത്. എന്നാൽ നമുക്ക് ഉള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റും ടാക്സും കൊടുത്തതിന് ശേഷമുള്ള വരുമാനമാണ് നമുക്കറിയാവുന്നത് എങ്കിൽ ഇൻട്രസ്റ്റും ടാക്സും കൊടുക്കുന്നതിന് മുമ്പ് എത്രമാത്രം വരുമാനം ഉണ്ടായിരുന്നു എന്നറിയുന്നതിനായിട്ട് ഇൻട്രസ്റ്റും ടാക്സും തിരിച്ചു കൂട്ടിയാൽ മതി. ഇക്വേഷൻ നോക്കുക. ഏണിംഗ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കൊടുത്തിരിക്കുന്ന ഇൻട്രസ്റ്റും ടാക്സും കുറച്ചതിന് ശേഷമുള്ള ഏണിങ്സ് എടുത്തെഴുതണം. ആഡ് ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ആഫ്റ്റർ ടാക്സ് ആണ്. ഇനി ടാക്സും കൂടി തിരിച്ചു കൂട്ടണം. അപ്പോൾ നമുക്ക് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടുന്നു. കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പഠിക്കണം. സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ പ്രോഫിറ്റ് കിട്ടുന്നു.
ഒരിക്കൽ കൂടി ഓർക്കുക, സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ, കോൺട്രിബ്യൂഷൻ ലെസ് ഫിക്സഡ് കോസ്റ്റ് ആണ് പ്രോഫിറ്റ്. ഇത്രയും ഓർത്തിരുന്നാൽ മതി. സെയിൽസ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. കോസ്റ്റ് 2 തരത്തിലാണ് ഒരു പ്രോഡക്റ്റിലുള്ളത്. അത് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റുമാണ്. ആ 2 കോസ്റ്റും കുറയ്ക്കുമ്പോൾ നമുക്ക് പിന്നെ എന്താ കിട്ടുന്നത്? പ്രോഫിറ്റാണ്. ആദ്യം വേരിയബിൾ കോസ്റ്റാണ് സെയിൽസിൽ നിന്ന് കുറയ്ക്കുന്നത്, അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുന്നു. കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ പ്രോഫിറ്റ് കിട്ടുന്നു. കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോമിൽ തന്നെ എഴുതണം, ഇക്വേഷനായിട്ട് എഴുതിയാൽ പോരാ. ഇതേ ഫോർമാറ്റിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇക്വേഷൻ കൂടി ഒന്ന് നോക്കാം. സെയിൽസ് ഈക്വൽ ടു കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ സെയിൽസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇനി സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് മാത്രം കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. ഇതിന് പറയുന്ന പേരാണ് കോൺട്രിബ്യൂഷൻ. അതായത് സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് പോയാൽ അതിന് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നു. ഈ കോൺട്രിബ്യൂഷനിലുള്ളത് ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റുമാണ്. ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൂടി കൂട്ടുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള 2 ഇക്വേഷൻസ് ശ്രദ്ധിക്കുക. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ. ഇനി വേരിയബിൾ കോസ്റ്റും സെയിൽസും അറിയില്ല എങ്കിൽ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന ഇക്വേഷനും യൂസ് ചെയ്യാം. ഓർത്തിരിക്കുക, കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇൻ യൂണിറ്റ്സ്, അതായത് എത്ര പ്രോഡക്റ്റ് വിൽക്കുമ്പോഴാണ് ലാഭവും നഷ്ടവും ഇല്ലാതെ വരുന്നത്? വരുമാനവും ചെലവും തുല്യമാകുന്നത് എപ്പോഴാണ്? ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇൻ യൂണിറ്റ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. മറ്റൊരു ഇക്വേഷനും കൂടിയുണ്ട്. ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇൻ സെയിൽസ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. ഒരിക്കൽ കൂടി, ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇൻ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായിട്ട് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ. അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ സെയിൽസ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. ഇനി ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇൻ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് വോളിയം റേഷ്യോ. പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുകൊണ്ട് പി വി റേഷ്യോയുടെ ഇക്വേഷൻ പഠിക്കണം. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് പി വി റേഷ്യോ. ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇൻ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 2 ഇക്വേഷൻ നമ്മൾ കണ്ടായിരുന്നു. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അതുപോലെ തന്നെ പി വി റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇൻ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ആണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻസ് എല്ലാം നന്നായിട്ട് പഠിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ.